എറണാകുളം മലയാറ്റൂർ ഇല്ലിത്തോട്ടിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. ഇല്ലത്തോട് സ്വദേശി ശശിയുടെ വീട് കാട്ടാനക്കൂട്ടം തകർത്തു. വീടിന്റെ ഭിത്തി ദേഹത്ത് വീണ് ശശിയുടെ ഭാര്യ വിജിക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു ഈ സംഭവം. രാത്രി 11 മണിയോടെ ഒരു കൂട്ടം ആന വരികയും ഒരു ആന തിരിഞ്ഞു വന്ന് ഈ ഭവനം ആക്രമിക്കുകയും ചെയ്തത്. ഇവർ വികലാംഗയായ ഒരു സ്ത്രീയും ഒപ്പം തന്നെ ഭർത്താവും ഉള്ളത്. ഇവർ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടാണ്. ആനയുടെ വലിയ ആക്രമണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഫെൻസിങ്ങളുടെയും ചുറ്റുമുടികളൊക്കെ ഉണ്ട്. ജനവാസ മേഖലയാണ്. ആസിഫ് മുഹമ്മദിന്റെ വിവരങ്ങളുമായിട്ട്. ആസിഫ്, ഗുഡ് മോർണിംഗ്. ഈ ഏറെക്കുറെ മിക്ക ദിവസങ്ങളിലുമൊക്കെ ഇങ്ങനത്തെ വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ ജനവാസ മേഖലയിൽ ഇറങ്ങിയ വീട് ചവിട്ടിപ്പൊളിക്കുന്ന നിലയിലേക്ക് പോലും എത്തിയിരിക്കുന്നു കാട്ടാന ആക്രമണങ്ങൾ. ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്താണ്? വനം വകുപ്പിന്റെ നടപടി എന്താണ് ഈ വിഷയത്തിൽ? തീർച്ചയായും ഇത് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഭാഗ്യം കൊണ്ട് ജീവൻ രക്ഷപ്പെട്ടതാണ് എന്ന് മാത്രം പറയാം ആ വീട്ടിലുള്ള രണ്ടുപേരുടെയും. കാരണം ആന ഈ വീട് ആക്രമിക്കുന്ന സമയത്ത് വീടിന്റെ ഭിത്തി തകർന്ന് വീണു. ആ ഭിത്തി തകർന്ന് വീണാണ് ആ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റത്. പക്ഷെ ആന കൂടുതൽ ആക്രമണത്തിന് നിൽക്കാതെ പിന്തിച്ചത് കൊണ്ടാണ് ആ വീട്ടിലുള്ള രണ്ടുപേർ രക്ഷപ്പെട്ടതെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇന്നലെ ഒരു ആനക്കൂട്ടം അവിടെ എത്തുന്നു. ആനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു ആനയാണ് ഒറ്റ തിരിഞ്ഞു വന്ന ഈ വീടിന് നേരെ ആക്രമണം നടത്തിയത്. രാത്രി 11 മണിയോട് കൂടിയായിരുന്നു ഈ ആക്രമണം. പിന്നീട് ആനക്കൂട്ടം അവിടെ നിന്ന് പിന്തിരിയാൻ തയ്യാറായില്ല. അതിന് പരിസരത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വാർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ എത്തിയാണ് പിന്നീട് ഈ കാട്ടാനയെ തുരത്തുന്ന നടപടികൾക്ക് നേതൃത്വം നൽകുകയും ഈ പരിക്കേറ്റ വിജിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. എന്തായാലും ഈ രൂക്ഷമായ കാട്ടാനശല്യമുള്ള മേഖലയാണ് ഇത്. പക്ഷേ ഈ വീടുകൾക്ക് നേരെ അടക്കം ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് അവിടെ കമ്പിവേലികളടക്കം വൈദ്യുതിവേലികളടക്കം സ്ഥാപിക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് പലതവണ ഉറപ്പ് നൽകിയതാണ്. പക്ഷേ ഇപ്പോഴും അവിടെ വൈദ്യുതി വേലികൾ സ്ഥാപിക്കുന്ന അടക്കമുള്ള നടപടികൾ ഇപ്പോഴും പൂർത്തീകരിക്കാനാകാത്ത സാഹചര്യവും നിലവിലുണ്ട്. ശരി ആസിഫ്.